ഏത് ഘട്ടത്തിലാണ് ഈ കാഴ്ച പോകും അല്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ആ ഒരു സമയത്ത് കണ്ണടച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് നോക്കാം, അങ്ങനെ അത് എപ്പോഴാണ് തോന്നി? അത് ഏതൊരു ഘട്ടത്തിലാണ് അങ്ങനെ സ്വയം തോന്നിയത്? ഞങ്ങളൊരു 2006 പുതിയൊരു വീടൊക്കെ വെച്ച് അങ്ങോട്ട് മാറിയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ പുറകിലൊരു വർക്ക് ഏരിയ കുറച്ചൊരു 4 പേർക്ക് നിന്ന് നെയ്പ്പുണ്ടാക്കാവുന്ന രീതിയിലാണ് ഉണ്ടാക്കി. അവിടെ ഞങ്ങൾ ഒരാഴ്ച 3 ദിവസമൊക്കെ ഒരു നെയ്പ്പുണ്ടാക്കും, 4-6 പേര് സ്റ്റാഫ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണിൻ്റെ പതുക്കെ കാഴ്ച കുറയാൻ തുടങ്ങുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ഞങ്ങൾ എല്ലാ വർഷവും ചെന്നൈയിൽ തന്നെ കൊണ്ടുപോയി കണ്ണ് ടെസ്റ്റ് ചെയ്യുമായിരുന്നു, ശങ്കർ നേത്രാലയിൽ. ഞാൻ അപ്രാവശ്യം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടറോട് പറഞ്ഞു എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറയാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കത് അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ അപ്പം ടെസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം പറഞ്ഞു സൈഡ് വ്യൂ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം സൈഡ് വ്യൂ കൂടാതെ കാറ്ററാക്റ്റ് അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ്. അത്രയും ചെറിയപ്പത്തിൽ അങ്ങനെ സാധാരണ കാറ്ററാക്റ്റ് വരുന്നതല്ലല്ലോ. അപ്പം നമുക്ക് ആ കാറ്ററാക്റ്റിന് സർജറി ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരും. അപ്പം ഞങ്ങൾ അവിടെ തന്നെ സർജറി ചെയ്യുക. അപ്പം കുറച്ചുകൂടെ കാഴ്ചയ്ക്ക് നല്ല വ്യത്യാസം വന്നെങ്കിലോ എന്നോർത്ത് ചെറിയൊരു മങ്ങലേ ഉള്ളൂ. മങ്ങല പിന്നെ സൈഡിൽ നിന്ന് വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം പക്ഷേ സർജറി ചെയ്തതിലും എനിക്ക് കാഴ്ചയ്ക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും വന്നില്ല. നെർവ് കുറഞ്ഞു വരുന്നതായിരുന്നല്ലോ, വീക്കായിട്ട് വരുന്നതുകൊണ്ട്. അങ്ങനെ സർജറിക്ക് ശേഷം ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നെയ്പ്പുണ്ടാക്കുന്നത്. അപ്പം ഞാൻ സ്റ്റൗവിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാക്കാനൊക്കെ കൂടുമായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അങ്ങ് മാറി, കാഴ്ച സ്റ്റൗവിൻ്റെ അടുത്ത് നിൽക്കുന്ന മാറി. അപ്പോൾ ഈ കാഴ്ചയും കൂടെ കുറയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നാൻ തുടങ്ങി. അപ്പോൾ അതും അജി ഇപ്പം പറഞ്ഞല്ലോ എന്നോട്, ഇങ്ങനെ ഞാൻ എല്ലാവരോടും പറയും മോൻ്റെ അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ ഒത്തിരി ചെയ്യുന്നുണ്ട്, നമ്മൾ ആ സമയത്ത് വേറെ ആയുർവേദമൊക്കെ ചെയ്യുന്നുണ്ട്, ആ ഒപ്പം എൻ്റെ കണ്ണിൻ്റെയും കൂടെ കാഴ്ച കുറയാൻ തുടങ്ങുന്നു ഞാൻ എല്ലാവരോടും പറയുമ്പം പറയും അയ്യോ ഇനിയപ്പോൾ അവരുടെ മനസ്സിലെ ഒരു സംശയം ആശങ്കയൊക്കെ. അവർ ശരിക്കും പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്, മോനിങ്ങനെ നടക്കാറായില്ല, പക്ഷേ എൻ്റെയും കൂടെ കണ്ണിൻ്റെ കാഴ്ച കുറയെന്ന് പറഞ്ഞാലും കുറഞ്ഞു പോയെങ്കിൽ എന്ത് ചെയ്യും ഇനി? ശരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ വീടിൻ്റെ അകത്തായി പോകുമല്ലോ എന്ന് എന്നോട് പറയുമ്പം ശരിക്കും നമ്മുടെ മനസ്സിലിത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും അങ്ങനെ. പക്ഷെ ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല, ഇങ്ങനെ ചിരിച്ചണിക്കും. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലൊരു തോന്നല, ഇങ്ങനെ കാഴ്ച കുറഞ്ഞു പോയെങ്കിൽ ഞാൻ നേരത്തെ മുഴുവനായിട്ടും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ മനസ്സിലാവും. അപ്പം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ ജീവിതം ഇങ്ങനെ ഇത്രയും ചെറുപ്പമായിട്ടുള്ളൂ, കൊച്ചും ഇങ്ങനെ, അപ്പം എൻ്റെ ജീവിതം ആർക്കും ബുദ്ധിമുട്ടാകരുത്. അജിക്ക് ഞങ്ങൾ രണ്ടും കൂടെ മേലാണ്ടിരുന്ന അജിക്ക് ശരിക്കും ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, അജി എന്ത് ചെയ്യും, ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ നോക്കുക. അതുപോലെ നമ്മുടെ കൂടെയുള്ളവർക്ക് സങ്കടമല്ലേ, എൻ്റെ സഹോദരങ്ങളുണ്ട്, അജിയുടെ സഹോദരൻ ഉണ്ട് അടുത്തപ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമല്ലേ നമ്മുടെ ഇത്. അപ്പം ഞാൻ ഓർക്കും ഇതിനെയൊക്കെ എങ്ങനെ തന്നെ നമുക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം എന്നുള്ളൊരു മനസ്സിലെ ചിന്ത. അതിനെൻ്റെ ദൈവത്വം ഇങ്ങനെ പ്രാർത്ഥിക്കുക, അതിനുള്ളൊരു ശക്തി തരണം. അങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, നമുക്ക് അതിന് വേണ്ടിയിട്ടൊന്ന് നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്നാൽ അടുക്കളയിൽ അത്യാവശ്യം സഹായിക്കാൻ ആളുണ്ട്, പക്ഷേ ഞാൻ ഓർക്കും ഈ കാഴ്ച പോയെങ്കിൽ ഞാനിങ്ങനെ ഇതൊക്കെ ഒന്ന് അരിയാൻ. അപ്പം ഞാൻ ചുമ്മാ നിൽക്കുമ്പോൾ കണ്ണടച്ച് പിടിച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞു നോക്കി. അപ്പം ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും, കണ്ണടച്ച് പിടിക്കുമ്പോൾ കത്തി എവിടെയത്. അപ്പം പക്ഷേ പിന്നെ അതങ്ങ് ആയി വന്നു. പിന്നെ ഞാൻ ഇറച്ചിയൊക്കെ നുറുക്കുമ്പോൾ ഈ നിലത്ത് വെച്ചാണ് അന്ന് ഇറച്ചി നുറുക്കുന്നത്. അവിടെ ഇരുന്നിട്ട് ഒരു കത്തിയൊക്കെ നിലത്ത് വെച്ച്, അപ്പം ഞാൻ കത്തിയൊക്കെ നിലത്ത് വെച്ചിട്ട് ഇറച്ചിയൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ പതുക്കെ കണ്ണടച്ച് പിടിച്ചിട്ട് നോക്കും, ഈ ഇറച്ചി എടുത്ത് കത്തിയിലോട്ട് വെച്ചൊക്കെ നോക്കും. അപ്പോഴും നമുക്കൊരു ഊഹമൊന്നും കിട്ടിയില്ല, പക്ഷേ പിന്നെ നമുക്കത് വലിയ കുഴപ്പമില്ലാതെ എടുക്കാൻ പറ്റും. ഞാൻ ആരോടും പിന്നെ പറയുന്നത് ഒരാളുടെയും നിർദ്ദേശം സ്വന്തം മനസ്സിൽ തോന്നിയ കാര്യം. അപ്പം പിന്നെ കപ്പയൊക്കെ പൊളിക്കുമ്പോഴാണെങ്കിലും തന്നെ കത്തി കൊണ്ട് പൊളിച്ച് ഞുറുക്കാൻ തുടങ്ങി. പിന്നെ ചക്കയൊക്കെ കീണ്ടുമ്പോഴാണെങ്കിലും ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച്. പിന്നെ അപ്പം എനിക്ക് തോന്നി ഇനി ഞാൻ അറിയാതെ എങ്ങാനും കണ്ണ് തുറന്നു. അപ്പം ഞാൻ പതുക്കെ കണ്ണൊന്ന് കെട്ടിവെച്ച്, ആരും ഇല്ലാത്തപ്പോഴൊക്കെ നമുക്കറിയാമല്ലോ, ആരും കാണുമില്ല അറിയില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഒന്ന് പതുക്കെ നിനക്കും അറിയില്ല.
അപ്പൊ കണ്ടില്ല അത് ഇല്ല. പിന്നെ ഇങ്ങനെ കടയുണ്ടായിരുന്നു മിക്കവാറും കടയിലായിരിക്കും കുഴപ്പമില്ലാതെ മുന്നോട്ട് സാധനങ്ങളെല്ലാം നുറുക്കാൻ തുടങ്ങി. അങ്ങനെ അപകടം വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇല്ല ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ കഴിച്ചെല്ലാം കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ചക്ക മുറിച്ചപ്പം എൻ്റെ പതുക്കെ എൻ്റെ കയ്യിൽ നിന്ന് മുറിഞ്ഞ് ചെറുതാക്കി വലിയതായിട്ടുള്ള മുറിച്ചപ്പോൾ അത് പിന്നെ ഞാൻ ചക്ക മുറിക്കുകയല്ല, പക്ഷേ ഇരിയാനും പെറുക്കാനും അങ്ങനത്തെ കീന്താനൊക്കെ പറ്റും. അങ്ങനെ എല്ലാം അങ്ങനെ അങ്ങ് പ്രാക്ടീസ് ചെയ്ത്